ഹലോ ജൂട്ടീസ്. അപ്പോൾ ഞാൻ വീണ്ടും വന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചേ നമുക്ക് ശിവരാത്രി വ്രതം എടുക്കാം. അതിനായിട്ട് നമുക്ക് തലേ ദിവസം ഒന്ന് അമ്പലത്തിലൊക്കെ പോയിട്ട് അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ശിവരാത്രി വ്രതം എങ്ങനെ എടുക്കേണ്ടതെന്നൊന്നും എനിക്കറിയത്തില്ല. അങ്ങനെ യൂട്യൂബ് വീഡിയോസൊക്കെ കുറേ കണ്ട് പിന്നെ വീട്ടിൽ അമ്മയോടൊക്കെ ചോദിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ വ്രതം എടുക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു മോനെ അംഗൻവാടിയിലാക്കിയിട്ട് പോകാം. കാരണം പുനലൂർ ഭയങ്കര വെയിലാണ്. പിന്നെ അവനെയും കൊണ്ട് പാടായിരിക്കും വെയിലത്തൊക്കെ പോകുമ്പോഴത്തേക്കിനും. അതുകൊണ്ട് ഞാൻ അവനെ നേരെ അംഗൻവാടിയിലേക്ക് ആക്കിയിട്ട് ഞാൻ അവിടെ നിന്ന് പോവാട്ടോ. ഇപ്പോൾ കണ്ട എക്സ്പ്രഷൻ ജസ്റ്റ് ഒന്ന് കല്ലേ തട്ടി ഇപ്പോൾ ദാ കിടന്നതിനെ താഴെ നിന്ന് എന്തെങ്കിലുമൊക്കെ പറക്കിയേനെ, അതിൻ്റെ ഒരു എക്സ്പ്രഷനാട്ടോ ഇപ്പോൾ കണ്ടത്. അങ്ങനെ എന്തുമായാലും ജംഗ്ഷനിലെത്തി നമ്മളൊരു ഓട്ടോ കയറി അമ്പലത്തിലേക്ക് പോകാട്ടോ. ഇവിടെ ശിവരാത്രി ദിവസം ഒരു അഞ്ചാറ് ദിവസത്തെ ഉത്സവമൊക്കെ ഉണ്ടാവാറുണ്ട്. ഉച്ചയ്ക്ക് അന്നദാനമൊക്കെ കാണും. പിന്നെ രാത്രിയൊക്കെ അടിപൊളി പരിപാടിയൊക്കെ കാണും കേട്ടോ. അങ്ങനെ എന്തുമായാലും നമ്മുടെ അമ്പലത്തിൽ നമ്മൾ എത്തി. എൻ്റെ പുനലൂർ ഇവിടെ ഒരു 3-4 ശിവക്ഷേത്രങ്ങളുണ്ട് കേട്ടോ. അപ്പം ഞാനിവിടെ അടുത്ത് തന്നെ പോയിട്ടുണ്ടായിരുന്നേ. എന്തൊക്കെ പറഞ്ഞാൽ ഈ അമ്പലത്തിലൊക്കെ പോയിട്ട് വരുമ്പോൾ വേറൊരു വൈബാണല്ലേ. മനസ്സിലേക്ക് എന്തോ ഒരു പ്രത്യേക സന്തോഷമൊക്കെ ആയിരിക്കും. അപ്പോൾ എന്തുമായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.